സിനദീൻ സിദാനും അതേപോലെ തന്നെ തിയറി ഹെൻറിയും കൂടി ഫ്രാൻസിന് വേണ്ടി കളിച്ചിട്ടുള്ള ആദ്യത്തെ 57 മാച്ചസിൽ നിന്നും അവർക്ക് കമ്പൈൻ ചെയ്ത് ഒരു ഗോൾ പോലും നേടാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ആദ്യത്തെ 57 മാച്ചസിൽ നിന്ന് അവർക്ക് കമ്പൈൻ ചെയ്തൊരു ഗോൾ പോലും നേടാൻ സാധിച്ചിട്ടില്ല. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ 2006 വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു കമ്പൈൻ പെർഫോമൻസിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ഒരുപാട് ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ടൈമായിരുന്നു. സോ ഹെൻറിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഹെൻറി ഓൾമോസ്റ്റ് പ്രൈമിൽ കളിച്ചിരുന്ന ഒരു ടൈമായിരുന്നു 2006 ആ ഒരു ടൈം പീരീഡ്. അതേപോലെ സീദാൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് സീദാൻ ഓൾമോസ്റ്റ് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തൊരു ടൈമായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് 34 വയസ്സായി. പക്ഷെ ഞാൻ ഇനി പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്ത ആ ഒരു രീതിയുണ്ട്. അതായത് ഓപ്പോസിറ്റ് കളിച്ച ടീം എന്ന് പറയുന്നത് ബ്രസീലായിരുന്നു. സോ ആ ഒരു ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രാൻസ് 1-0 എന്ന് പറഞ്ഞൊരു സ്കോർ ലൈനിൽ ബ്രസീലിനെ തോൽപ്പിച്ചിരിക്കുകയായിരുന്നു. കാരണം അതിനു മുമ്പ് നടന്നിട്ടുള്ള വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായിരുന്നു ബ്രസീൽ. സോ ആ ഒരു ബ്രസീലിനെ അതായത് സിദാൻ്റെ ഒരു ഫ്രീ കിക്കിൽ നിന്നും ഹെൻറി ഗോൾ നേടി അങ്ങനെയാണ് ആ ഒരു മാച്ചിൽ അവർ ജയിച്ചത്. സോ തുടർന്നുള്ള മാച്ചുകളിൽ ഫ്രാൻസ് ജയിക്കുകയും അതേപോലെ ഫൈനലിൽ ഇറ്റലിയുമായിട്ട് ഫ്രാൻസ് തോക്കുകയാണ് ചെയ്തത്. അതായത് സീദാൻ്റെ ആ ഒരു റെക്കോർഡ് ഇൻസിഡൻറ്റൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഈ ഒരു മൊമെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്ന അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.